സിനിമാ കവലയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അശ്വിൻ. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വിജയകുമാർ സാർ, ആൻസൺ സാറും RK സാറുമാണ്. നമ്മളിപ്പോൾ ബ്രഹ്മയുഗം കണ്ടിട്ട് വരുന്ന വഴിയാണ്. ശിവൻ്റെ സംവിധാനത്തിലുള്ള ഒരു സിനിമയായിരുന്നു ബ്രഹ്മയുഗം. അതിൻ്റെ തിരക്കഥയും രചിച്ചിരിക്കുന്ന രാഹുൽ തന്നെയാണ്. സംഭാഷണം നമ്മുടെ ഫ്രാൻസിസ് ഇട്ടിക്കോരൊക്കെ എഴുതിയ TD രാമകൃഷ്ണൻ, അദ്ദേഹമാണ് സംഭാഷണം എഴുതിയിരിക്കുന്നത്. ഞാൻ സിനിമ കണ്ട് വളരെ സ്റ്റണ്ടായിപ്പോയി. ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ തന്നെ എന്നെ വിളിച്ചോണ്ട് വരുമായിരുന്നു. ഇതൊക്കെ എടുത്തു പറയേണ്ട ഒരു പേരാണ് ഛായാഗ്രഹണം നടത്തിയ ഷഹനാസ് ജലാൽ. വളരെ മികച്ച ഗംഭീരമായ സാറ് തന്നെ തുടങ്ങുന്നതായിരിക്കും എൻ്റെ ഒരു ഭയം എന്നുള്ളൊരു എലമെൻ്റാണ് ഈ സിനിമയിൽ ഏറ്റവും പ്രധാനം എന്ന് പല ആളുകളും പറയുകയുണ്ടായി. സിനിമ കണ്ട പല ആളുകളും പറയുകയുണ്ടായി. അതുപോലെ തന്നെ ചില സാമൂഹിക സൈറ്റുകളിൽ ഞാൻ അത്തരത്തിലുള്ള ചില അഭിപ്രായങ്ങൾ കണ്ടു. പക്ഷേ എനിക്ക് അനുഭവപ്പെട്ടത് അങ്ങനെയല്ല. ഈ ഭയം ജനറേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും എന്തോ യക്ഷിക്കഥയാണ് എന്നുള്ളൊരു മട്ടിലാണ്. പക്ഷേ അതിനും അപ്പുറത്ത് വളരെ ഫിലോസോഫിക്കലായിട്ടുള്ള ഒരു വിഷയമാണത് ചർച്ച ചെയ്യുന്നതെന്നാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് എനിക്ക് തോന്നിയത് ആ സെറ്റിംഗ് തന്നെയാണ്. ഇതുവരെ മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കൃത്രിമമായിട്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു മനയുടെ ഭാഗമായിട്ട് ചിത്രീകരിച്ചതല്ല. അതിന് വേണ്ടിയിട്ട്, സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഒരുക്കിയ ഒരു സെറ്റാണ്. ആ സെറ്റ് തന്നെയാണ് അതിൻ്റെ പ്രമേയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ ആ സെറ്റ് തന്നെയാണ്. അങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല? ഈ സെറ്റിൻ്റെ കൂടെ പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. ഇന്നത്തെ കാലത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ. അതെ അതെ. ഇപ്പോൾ സാറ് ചിലപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കണ്ടിട്ടുണ്ടാവും. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ തിയേറ്ററിൽ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും അതെങ്ങനെയാണ് എന്നുള്ളൊരു അറിയാനുള്ളൊരു ഇതും എല്ലാവർക്കും. അതിൽ ആ സെറ്റിങ്ങിൽ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, സെറ്റിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള സെറ്റിങ്സിൽ പോലും അത് പോയിട്ടുണ്ട്. അപാരമായിട്ടുള്ളൊരു കഴിവാണ് വാസ്തവത്തിൽ ആ സീൻ ഒരുക്കിയ ആൾ, മിസാൻ സീൻ ഒരുക്കിയ ആൾ കാട്ടിയിരിക്കുന്നത്. അത്രമാത്രം വളരെ ഡീറ്റെയിൽഡായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ അതിലെ വെളിച്ചവും ഏറ്റവും പ്രധാനമാണ്. വെളിച്ചം ഒരു പക്ഷേ ഒരാളുടെ മനസ്സിൻ്റെ കറുത്ത ഉള്ളറകളിലേക്ക് കൊണ്ടുപോവുകയും പിന്നെ പ്രകാശത്തിലേക്ക് വരികയും ചെയ്യുന്നു. ഈ പ്രകാശം വളരെ പകലാവുമ്പോഴത്തേക്കുള്ള പ്രകാശം കാണിക്കുന്നതും ഈ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ത്വര ഈ കഥാപാത്രങ്ങൾക്കുണ്ട്. അത് ഒരു പക്ഷേ അന്നേരം കാണിക്കുന്നത് ആകാശം, വളരെ വിശാലമായിട്ടുള്ള ആകാശം, വൃക്ഷത്തലപ്പുകൾ, അവിടെ പ്രകാശം വ്യത്യസ്തമായ തരത്തിലാണ് ഉണ്ടാകുന്നത്. പിന്നെ ഈ സിനിമയുടെ കാലഘട്ടം തുടക്കത്തിലെ തന്നെ പറയുന്ന പോലെ 17-ാം നൂറ്റാണ്ട് എന്ന് എഴുതി കാണിച്ചുകൊണ്ടാണ് അപ്പോൾ സിനിമ തുടങ്ങുന്നത്. അപ്പോൾ ആ കാലഘട്ടം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സഹായിച്ചു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആ ഒരു കാലഘട്ടം ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ ഡിഫറെൻ്റ് ആണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സിനിമയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മനസ്സിലായിരുന്നു. സിനിമ തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി ഒന്നും ബോധയുടെ ആയിരുന്നില്ല എന്നുള്ളതാണ് ആ സിനിമയുടെ വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഗ്രിപ്പിംഗ് ആയിരുന്നു. ഇത്രമാത്രം ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു സിനിമ ഞാൻ അടുത്തിടെ കണ്ടിട്ടേ ഇല്ല. വളരെ ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ സ്ക്രീനിൽ തന്നെ നോക്കിയിരിക്കുന്നു. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ വെറും 5 കഥാപാത്രങ്ങൾ മാത്രമാണ് ഇതിലുള്ളത്. അതിൽ 3 കഥാപാത്രങ്ങളാണ് സജീവമായിട്ട് സ്ക്രീനിൽ വരുന്നത്. 2 കഥാപാത്രങ്ങൾ വന്നു പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കഥാപാത്രം എന്ന് പറയുന്നത് ആ അന്തരീക്ഷം തന്നെയാണ്, ആ സെറ്റിംഗ് തന്നെയാണ്. അതുതന്നെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണെന്നാണ് എനിക്ക് അനുഭവപ്പെട്ടത്. എന്താ സാറ്? ശരിയാണ്. അതിലെ പ്രധാന ഒരു കഥാപാത്രം തന്നെയാണ് അന്തരീക്ഷ സൃഷ്ടി. നമ്മളെ സാറ് നേരത്തെ പറഞ്ഞ ഭയം ജനിപ്പിക്കുന്ന സിനിമകൾ കണ്ടിട്ട് വളരെ നാളായി. അങ്ങനെയൊന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ഭയക്കാം എന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷേ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ആ സിനിമയ്ക്ക് ഉണ്ടാകുമെന്ന് തോന്നുന്നത്. എന്നെ സംബന്ധിച്ചോളം പഴയ കാലത്ത് ഈ ഐതിഹ്യമാലയും മറ്റ് ചാത്തന്മാരെ പറ്റിയുള്ള കഥകളൊക്കെ ധാരാളം വായിച്ചിട്ടുള്ളതുകൊണ്ട് ഇതൊരു ഫാൻറ്റസി ഫിഗറായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചിത്രീകരണം മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഭയം എന്നൊരു വികാരം ഒരിക്കലും ഉണ്ടായില്ല. എനിക്ക് എടുത്തു പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ സംഭാഷണം രചനയെ പറ്റിയാണ്. TD രാമകൃഷ്ണനാണ് പ്രസിദ്ധനായ സാഹിത്യകാരൻ. പക്ഷേ അത് ആ കാലഘട്ടത്തിന് യോജിച്ച ഒരു സംഭാഷണം ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ സംവേദന
ക്ഷമതയ്ക്ക് വേണ്ടിയായിരിക്കാം. ആ കാലഘട്ടത്തിലെ ഭാഷയൊക്കെ വെച്ചൊരു പക്ഷേ ഇന്നത്തെ മലയാളികൾക്ക് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ടായിരിക്കും അദ്ദേഹം വളരെ അതിലെ അടിയാള കഥാപാത്രം പോലും വളരെ അച്ചടി ഭാഷയാണ് സംസാരിക്കുന്നത്. അതൊരു പോരായികയായിട്ട് എനിക്ക് തോന്നുന്നു. അല്ല, ഈ ഒരു ഭയത്തെക്കാട്ടിലും കൂടുതൽ നമുക്ക് എന്താണ് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കൗതുകം. ആ കൗതുകമായിരുന്നു സിനിമ ഫുള്ള് നമുക്ക് കാണുന്നത്. ഭയപ്പെടുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. അത് അഭിനേതാക്കൾ എല്ലാവരും മമ്മൂട്ടിയുടെ പേര് പറയും. മമ്മൂട്ടി എക്സെപ്ഷനിൽ വല്ലാണ്ട് ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടിയുടെ കാര്യം നമ്മൾ അടുത്തടുത്ത് പറയേണ്ട കാര്യമില്ല. ശരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് സിദ്ധാർത്ഥ് ശിവയുടെ പെർഫോമൻസ് ആണ്. സിദ്ധാർത്ഥ് ഭരതൻ്റെ പെർഫോമൻസ് ആണ്. നമ്മളെ നേരെ ഈ സിനിമ 17-ാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോയെങ്കിലും എനിക്ക് പലപ്പോഴും തോന്നി ഈ സിനിമ നമ്മളോട് ഈ നൂറ്റാണ്ടിലെ അല്ല ഈ കാലഘട്ടത്തിലെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആനുകാലിക സംഭവങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വരുന്നുണ്ട്. പല സംഭാഷണങ്ങളും കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അടിയാള കഥാപാത്രങ്ങളാണ് ആ രണ്ടുപേരും. അവരുടെ ചില സംഭാഷണങ്ങൾ കേൾക്കുമ്പോൾ നമ്മളോട് കണ്ടംപററി ഇഷ്യൂസിനെ പറ്റി തന്നെ സംസാരിക്കുന്നുണ്ട്. അത് ചർച്ചയ്ക്ക് വിധേയമാകുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്കും അനുഭവപ്പെട്ടത്. കാരണം പിന്നെ അതിൽ അഹങ്കാരിയായി തീർന്നാൽ അധികാരം കൈയാളുന്ന ആൾ അഹങ്കാരിയായി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ. പക്ഷേ സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഉദ്ദേശിച്ചാണോ അങ്ങനെ പറഞ്ഞത്? സമകാലിക രാഷ്ട്രീയം എന്ന് പറയുമ്പോഴത്തേക്ക് പഴയ രാഷ്ട്രീയത്തിൽ നിന്ന് ഒട്ടും വ്യത്യാസമല്ല. നമ്മൾ രാമായണത്തിലും മഹാഭാരതത്തിലും കാണുന്ന അതേ രാഷ്ട്രീയത്തിൻ്റെ ഒരു റെപ്പറ്റീഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. തീർച്ചയായിട്ടും പിന്നെ എനിക്ക് സംവിധായകൻ്റെ ആ ഒരു കഴിവിനെ പറ്റി നമുക്ക് പറയാതെ അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം റെഡ് ട്രെയിൻ, ഭൂതകാലം എന്നീ 2 സിനിമയ്ക്ക് ശേഷമാണ് ത്യാഗരാജ സദാശിവൻ ഇങ്ങനെ ഒരു എക്സ്പെരിമെൻ്റൽ മൂവി തന്നെ വിളിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് വരുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് ഒരു 5 വർഷം മുമ്പാണ് ഈ സിനിമ മലയാളത്തിൽ ഇറങ്ങുന്നതെങ്കിൽ ഇതിന് ഈ കാണുന്ന പ്രേക്ഷകർക്ക് ലഭിക്കുമെന്നുള്ളത് സംശയമാണ്. അപ്പോൾ നമുക്ക് തുമ്പാട് എന്ന് പറഞ്ഞൊരു എക്സാമ്പിളുണ്ട്. തുമ്പാട് നമ്മൾ ടെലഗ്രാമിൽ നിന്നും മറ്റേ OTT പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ കണ്ട് നമ്മൾ ഒരുപാട് അപ്രിഷ്യേറ്റ് ചെയ്യുമെങ്കിലും അത്തരം സിനിമകൾ റെഡ് ട്രെയിൻ ഉൾപ്പെടെയുള്ള പരീക്ഷണങ്ങൾ മലയാളത്തിൽ വന്നപ്പോഴെല്ലാം തന്നെ ആ സിനിമകളെ തിയേറ്ററിൽ പോയി പ്രോത്സാഹിപ്പിക്കാത്ത മലയാളികളായിരുന്നു. ഇപ്പോൾ മലയാളികളുടെ കാഴ്ചശീലത്തിലുണ്ടായ ഒരു പുത്തൻ വിപ്ലവമായിട്ട് ഞാൻ സിനിമയുടെ ജനപ്രീതിയെ കാണാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ചില മീം പേജുകൾ പറയുന്നുണ്ടായിരുന്നു തുമ്പാടിന് നമ്മൾ കൊടുക്കാത്ത തിയേറ്റർ വിജയം, അല്ല തിയേറ്ററിൽ കൊടുക്കാത്തൊരു നമ്മളത്ര ഒരു പരിഗണന തുമ്പാടിന് കൊടുത്തില്ല. പക്ഷെ അതിന് പ്രേക്ഷകർ പ്രായശ്ചിത്തം ചെയ്യുമ്പോഴാണ് ബ്രഹ്മയുഗം ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞോടുന്നത് എന്നൊക്കെ ചില മീം പേജസിൽ കാണുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ഭൂതകാലം രാഹുൽ സദാശിവൻ്റെ തൊട്ടുപിന്നത്തെ ചിത്രമായ ഭൂതകാലത്തിന് OTTയിലാണ് ഭൂതകാലം റിലീസാകുന്നത്. അപ്പോൾ അന്ന് ഈ ഭൂതകാലം കണ്ടവരെല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഇത് തിയേറ്ററിൽ ഇറക്കേണ്ട സിനിമയായിരുന്നു, നമ്മൾക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സായി എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സായവർക്ക് ഉറപ്പായിട്ടും പോയി ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് ഭ്രമയുഗം. ചുരുക്കി പറഞ്ഞാൽ ഭ്രമയുഗം എന്നുള്ള സിനിമ ഒരു 17-ാം നൂറ്റാണ്ടിൽ സംഭവിച്ച ഒരു കാര്യമായിട്ടാണ് പറയുന്നതെങ്കിൽ സമകാലിക രാഷ്ട്രീയമായിട്ട് വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. എന്ന് മാത്രമല്ല അതിലൊരു ഫിലോസോഫിക്കൽ ഡെപ്ത് ഉണ്ട്. പിന്നെ ഇതിലേറ്റവും പ്രശംസനീയമായിട്ട് പറയേണ്ട ഒരു കാര്യം ഇതിലെ മിസാൻ സീനാണ്. അതിൽ സംവിധായകൻ വളരെയധികം വിജയിച്ചിരിക്കുന്നു. ഈ സിനിമ എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണേണ്ടതാണ്. കാരണം തിയേറ്ററിൽ മാത്രമാണ് അതിന് ശബ്ദം, വല്ലാത്തൊരു ശബ്ദമാണ് കേട്ടോ സിനിമയിലുള്ളത്. മമ്മൂട്ടിയുടെ കഥാപാത്രം പറയുന്നത് ആ ഇലൂഷനിൽ നമുക്ക് മുക്തരാകാൻ സാധിക്കുന്നത്. പെർമിഷൻ ഇല്ല പുറത്തു പോകാൻ. ഇതുവരെ പെർമിഷൻ കിട്ടിയിട്ടില്ല. ആ ഇലൂഷനിൽ ആ സിനിമ സൃഷ്ടിച്ച ഒരു ഇലൂഷനിൽ നിന്ന് പുറത്തു പോകാൻ നമുക്ക് ഇതുവരെ പെർമിഷൻ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ചിത്രം എല്ലാ പ്രേക്ഷകരും കാണുകയും അത് വിശകലനം ചെയ്യുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം.